ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചിട്ടുള്ള എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്, അവർ എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രണയം കീപ്പ് ചെയ്യുന്നു എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം അവരെത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. ഓൾറെഡി നമ്മൾ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്സാണ്. ഓക്കെ, എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. ഓക്കെ, ജേണി കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്രയും ഒരു സ്റ്റക്ക് എനർജി സിറ്റുവേഷനാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത്. അതായത് വളരെയധികം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ഇടയ്ക്ക് വെച്ച് എന്തോ ചില അബ്നോർമാലിറ്റീസ് വന്നതുകൊണ്ട് ഒരു സെപ്പറേഷൻ പോലെയൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻറ്റ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് സിറ്റുവേഷൻ വന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പേരുടെ ഒരു സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു സപ്പോർട്ട് ഈ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് കാണുന്നുണ്ട്. വളരെ കുറച്ച് പേർക്കാണ് അങ്ങനെയുള്ള എനർജീസ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ആ ഒരു എന്താണ് പറയുക, ഒരു സോഫ്റ്റ്നെസ്സാണ് ഇപ്പോൾ കാണുന്നത്. അവരങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിലും അത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പോഴുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളമാണ് നിങ്ങളോടുള്ള ആ ഒരു പ്രണയം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരുന്നത് എന്നൊക്കെ ഈ വ്യക്തി ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും ആ പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ചില ആൾക്കാരെ ഒപ്പോസ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളോട് എന്തോ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് ഡ്രീംസിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ പ്രസൻസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അവരോട് സാമ്യമുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിലായ വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പവറായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ്റെ എനർജി തന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അതൊരു വിധിയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു സെപ്പറേഷനിൽ ഒരുപാട് പ്രത്യേകതകൾ കാണുന്നുണ്ട്. ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആ പ്രസൻസ് ആ ഒരു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എനർജീസ് ആയിട്ട് പലർക്കും ഇവിടെ കാണുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അതിന് കാരണമായിട്ടിരിക്കുന്നത് ഒരു ഫെമിനിൻ ക്യാരക്ടറാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ആങ്ഷ്യസ് ആവുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. ഒത്തിരി നാളുകളായിട്ട് സെപ്പറേഷനിൽ പോയി യാതൊരു കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ അവരെ മറന്നു കളയുമോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച്
ഉപേക്ഷിച്ച് പോകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള കുറച്ച് ഭയങ്ങളാണ് അവർക്കുള്ളത് എന്നും കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതായത് ഒരു ഹാർട്ട് ബ്രേക്കൊക്കെ കാണിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. അവർക്ക് ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം പ്രയാസം നേരിടുന്നതായിട്ടും കാണുന്നുണ്ട്. അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം മറ്റൊരാൾക്കും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അവർക്ക് നിങ്ങളുടെ സ്ഥാനത്ത് ഒരിക്കലും മറ്റൊരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പക്ഷേ അത്തരത്തിലുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഇവർ പോയിട്ടില്ല. അവർക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ലൈഫിൽ അവർക്ക് ഒരു വ്യക്തിയോടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളോട് അത് അവർ പ്രകടമാക്കിയിട്ടിരുന്നില്ല. അവരെപ്പോഴും അവരുടെ റിയൽ ഫേസ് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എത്ര നിങ്ങൾ ഡിസ്റ്റൻസിലാണ്, ലോ കോണ്ടാക്റ്റിലാണ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒട്ടും തന്നെ കുറയാതെ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് വളരെയധികം നമുക്ക് സന്തോഷം തരുന്നൊരു കാർഡ് തന്നെയാണ്. ഇപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകാം എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നേരിട്ട് കാണാനുള്ള സാധ്യതയൊക്കെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ആൻഡ് ഇവരുടെ കാര്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ള വ്യക്തികളാണ്. അവർക്ക് ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അവർക്ക് അവരുടെ ഫാമിലിയോട് കൂടുതൽ കടപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അങ്ങനൊരു സാഹചര്യത്തിൽ പോലും നിങ്ങളോടുള്ള പ്രണയം അത്രയും അവർ ഇൻറ്റൻസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, നിങ്ങളെ അവർ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്യാരക്ടറൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഉൾക്കൊണ്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.